സാമ്പത്തിക ഇടപാടുകൾ ഇഡി അരിച്ചുവറക്കുകയാണ്. വെറുമൊരു മന്ത്രി എന്നതിലുപരി പാർട്ടിയിലെ കരുത്തനായ നേതാവിനെതിരെ കേന്ദ്ര ഏജൻസികൾ നീങ്ങുമ്പോൾ അത് CPM-നെ പ്രതിരോധത്തിലേക്കാക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളുടെ തൂക്കത്തിൽ വന്ന കുറവും ശുദ്ധീകരണത്തിന്റെ പേരിൽ നടന്ന അട്ടിമറികളും പുറത്തു വരുമ്പോൾ അത് ഭക്തലക്ഷങ്ങളുടെ നെഞ്ചിലേറ്റ മുറിവായിരുന്നു. എന്നാൽ ആ മുറിവിൽ ഉപ്പിടുന്ന രീതിയിലുള്ള അഴിമതി കഥകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ 12 പേർക്ക് നോട്ടീസ് അയക്കാൻ ഇഡി നിയമോപദേശം ലഭിച്ചിരിക്കുന്നു എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത തിരിച്ചടി തന്നെയാണ്. കടകംപള്ളിയുടെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനകം തന്നെ ഇഡി ശേഖരിച്ചു കഴിഞ്ഞു. മന്ത്രിയായിരുന്ന കാലയളവിൽ എടുത്ത തീരുമാനങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള വഴിവിട്ട ബന്ധങ്ങൾ, വിദേശയാത്രകൾ എന്നിവയെല്ലാം ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് പ്രതികളും പുറത്തിറങ്ങിയാലുടൻ അവരെ ചോദ്യം ചെയ്യുവാനാണ് ഇഡിയുടെ നീക്കം. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിലാണ് ഇഡിയുടെ ഈ മിന്നൽ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ സാഹചര്യം ഒരുക്കുന്ന രീതിയിൽ സംസ്ഥാന ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കവേ കേന്ദ്ര ഏജൻസിയുടെ കടന്നുവരവ് സർക്കാരിന്റെ മുഖംമൂടി അഴിച്ചു മാറ്റുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തന്റെ വിശ്വസ്തനായ ഒരു മുൻ സഹപ്രവർത്തകൻ കള്ളപ്പണ കേസിൽ കുടുങ്ങുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ്. സ്വർണ്ണക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും പാർട്ടി പ്രതിരോധത്തിലായതിന് പിന്നാലെയാണ് ശബരിമലയിലെ പുണ്യധനത്തിലും കൈയിട്ട് വാരിയെന്ന ഗൗരവപരമായ ആരോപണം ഉയരുന്നത്. ഇത് കേവലം അഴിമതിയല്ല, മറിച്ച് വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടുള്ള കൊള്ളയാണെന്ന വികാരം ജനങ്ങൾക്കിടയിൽ പടരുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് കനത്ത വില നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുരാരി ബാബു എന്ന പ്രതിക്ക് ഇതിനോടകം തന്നെ സമൻസ് നൽകി കഴിഞ്ഞു. ഫെബ്രുവരി ആദ്യവാരത്തോടെ കടകംപള്ളി സുരേന്ദ്രൻ ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും. സാക്ഷിയായിട്ടല്ല, മറിച്ച് പ്രതിപട്ടികയിലേക്ക് നീളുന്ന ഗൗരവപരമായ ചോദ്യം ചെയ്യലായിരിക്കും ഇനി ഉണ്ടാവുക. ശബരിമലയിലെ സ്വർണം എങ്ങോട്ടാണ് ഒഴുകിയത്? ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് ഈ കള്ളപ്പണം എത്തിയത്? ദേവസ്വം ബോർഡിലെ ഏതെല്ലാം ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതിന് കൂട്ടുനിന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ ഇഡി ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ, അന്വേഷണം വിപുലീകരിക്കുന്നതോടെ CPM-ന്റെ പല ഉന്നത നേതാക്കളിലേക്കും ഇതിന്റെ കണ്ണി നീളാൻ സാധ്യതയുണ്ട് എന്നും തെളിഞ്ഞു വരികയാണ്. പ്രതികളുടെ സ്വത്തും ബാങ്ക് നിക്ഷേപങ്ങളും കണ്ടുകെട്ടുന്ന അടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് ഇഡി നീങ്ങുന്നത് സർക്കാരിനെ വിരളി പിടിപ്പിക്കുന്നു. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയ ഈ സ്വർണ്ണക്കൊള്ളയിൽ നീതി നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളുള്ളത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതോടെ ഈ തട്ടിപ്പിന്റെ ആഴവും വ്യാപ്തിയും പുറത്തു വരും. പിണറായി സർക്കാരിന്റെ അഴിമതി കഥകളിൽ ഏറ്റവും ക്രൂരമായ ഒരു അധ്യായമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള മാറുകയാണ്. CPM-നും മുഖ്യമന്ത്രിക്കും വരും ദിവസങ്ങൾ അഗ്നിപരീക്ഷയുടേതാണ്.